ഹലോ കൂട്ടുകാരെ, നിങ്ങളോട് ഞാനിന്ന് ഷെയർ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു കാരണവശാലും ഫാറ്റ് ലിവർ ഉള്ള ആളുകൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം പുറമേ നമുക്ക് യാതൊരു അസുഖമില്ല എന്ന് തോന്നുന്നുണ്ട് എങ്കിലും അകത്താണ് പ്രവർത്തനത്തിൻ്റെ അവസ്ഥ. മൂർച്ഛന്യാവസ്ഥയിലെത്തുമ്പോഴാണ് നമ്മൾ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ആശ്രം മെഡിസിറ്റിയിലെ ഒരു ഡോക്ടറുടെ പ്രഭാഷണം കേൾക്കാൻ അദ്ദേഹം നമ്മുടെ ഫാറ്റ് ലിവറിനെ കുറിച്ചൊരു ക്ലാസ് നടത്തുകയുണ്ടായി. അത് കേൾക്കാൻ ഇടയുണ്ടായി. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയുന്നത്. മറ്റൊന്നുമല്ല, നമുക്ക് ഫാറ്റ് ലിവറുള്ള ആളുകൾക്ക് പ്രധാനമായിട്ടും കഴിക്കാൻ പാടില്ലാത്ത ഒരു വലിയ ഒരു കാര്യമാണ് വറുത്തതും പൊരിച്ചതുമായിട്ടുള്ള പഴംപൊരി, സമോസ അല്ലെങ്കിൽ വട. ആ സാധനങ്ങൾ നമ്മൾ കഴിക്കരുത്. അത് നിർദ്ദേശിക്കാൻ കാരണം, നല്ല വെളിച്ചെണ്ണയിലല്ല ഇത് കടക്കാർ നമുക്ക് ഉണ്ടാക്കി വിറ്റ് തരുന്നത്. അവർ മേടിക്കുന്നത് നമ്മുടെ വണ്ടിക്ക് ഉപയോഗിക്കുന്ന ഓയിലിൻ്റെ കൂടെ ഒഴിക്കുന്ന ഒരു സൈസ് എണ്ണയുണ്ട്. അത് വളരെ വിലക്കുറവാണ്. അപ്പോൾ ആ എണ്ണ ഉപയോഗിച്ചിട്ടാണ് അത് 2 ലിറ്ററിന് അല്ലെങ്കിൽ 1 ലിറ്ററിന് നിസ്സാര വിലയേ ഉള്ളൂ. അപ്പം അതൊരു 5 ലിറ്ററിന് 100-300 രൂപയാവുന്നുള്ളൂ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് എണ്ണ മുക്കി നമുക്ക് ഈ പലഹാരങ്ങൾ നമ്മൾ മേടിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള എണ്ണയിൽ പൊരിച്ച ആഹാരങ്ങൾ കഴിക്കുന്നത് കൊണ്ട് തന്നെയാണ് നമുക്ക് ഫാറ്റ് ലിവർ കൂടുതലായിട്ട് ഉണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വറസാധനങ്ങൾ മാക്സിമം ഒഴിവാക്കുക. കുട്ടികൾക്കും വാങ്ങിച്ചു കൊടുക്കരുത്. ഇപ്പം ഫാറ്റ് ലിവർ ഇല്ലല്ലോ എന്ന് കരുതി കഴിക്കുന്നവരും അത് ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മുടെ ഇപ്പം നമ്മൾ വാങ്ങുന്ന പച്ചക്കറികൾ അല്ലേ, മിക്ക പച്ചക്കറികളും നമ്മൾ നന്നായിട്ട് കഴുകാതെ കഴുകും. ഒന്ന് വെറുതെ കഴുകുക, അങ്ങനെയല്ല, നന്നായിട്ട് കഴുകണം. അതുപോലെ പറ്റുമെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിനുള്ള പച്ചക്കറികൾ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കണം. പിന്നെ ഇലക്കറികൾ ധാരാളം കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇലക്കറികളിൽ നിന്ന് കിട്ടുന്ന വിറ്റാമിൻ സിയും എല്ലാ പ്രോട്ടീൻസും നമ്മുടെ ഫാറ്റ് ലിവറിനെ കളയും. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മൾ ചെക്കപ്പ് ചെയ്യണം. ഇപ്പോൾ പല അസുഖങ്ങൾ വരുമ്പോഴും നമ്മൾ പറയും, എനിക്കത് വെരിക്കോസിൻ്റെയാണ്, അല്ലെങ്കിൽ എൻ്റെ കാലുവേദന യൂറിക് ആസിഡ് കൂടിയിട്ടാണ്, അല്ലെങ്കിൽ കാല് ചൊറിയുന്നത് സ്കിന്നിൻ്റെ അലർജിയാണ്. ഇങ്ങനെ പല പല കാര്യങ്ങൾ പറഞ്ഞ് നമ്മളങ്ങനെ അതിന് വേണ്ട ചികിത്സയുമായിട്ട് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ലിവറിൻ്റെ പ്രവർത്തനം വളരെ മന്ദഗതിയിലാവും. ലിവറിൻ്റെ പ്രവർത്തനം പെട്ടെന്നൊന്നും സിംറ്റംസ് നമുക്ക് മനസ്സിലാവണമെന്നില്ല. പക്ഷേ നമ്മുടെ വയറ് കണ്ടമാനം വീർത്ത് വരികയും വയറിൽ നമുക്ക് ഡൈജഷൻ ശരിയാവുകയില്ല, അതുപോലെ തന്നെ ഭയങ്കര തളർച്ച, ക്ഷീണം, ഇതെല്ലാം പലർക്കും പല രീതിയിലുള്ള ലക്ഷണങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മൾ നന്നായിട്ട് എക്സസൈസ് ചെയ്യണം. രാവിലെ എണീറ്റ് നടക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നടന്നിട്ട് കാര്യമില്ല. കൈ വീശി നന്നായിട്ട് നടക്കണം, ശരീരം വേർക്കണം. പിന്നെ ബാറ്റ് കളിക്കുന്നത് വളരെ നല്ലതാണെന്നാണ് പറയുന്നത്. കാരണം നമ്മൾ ബാറ്റ് കളിക്കുമ്പോൾ നന്നായിട്ട് വേർക്കും. ചാടിത്തുള്ളി കളിക്കുന്നത് നമുക്ക് ഏത് പ്രായക്കാർക്കും നല്ലതാണ്. പിന്നെ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മുടെ പ്രഷറിൻ്റെ മരുന്ന് കഴിക്കുന്നതിൽ നിന്നും ഉണ്ടാകാം, അതുപോലെ നമ്മുടെ ഫുഡിൽ നിന്നുണ്ടാകാം. പിന്നെ ബീഫ് ഒരു കാരണവശാലും കഴിക്കരുതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ആസാം മെഡിസിറ്റിയിലെ പ്രധാനപ്പെട്ട ഗ്യാസ്ട്രോളജിസ്റ്റായ ഡോക്ടറാണ് പറഞ്ഞത്. അപ്പം ആ ക്ലാസ് കേട്ടതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളോട് ഇത് ഷെയർ ചെയ്യുന്നത്. അപ്പം ഫാറ്റ് ലിവറുള്ള ആളുകൾ ബീഫ് കഴിക്കരുത്. ചിക്കൻ കറി വെച്ച് കഴിക്കാം, പക്ഷേ ചിക്കൻ വറുത്ത് കഴിക്കരുത്. പിന്നെ അതുകൂടാതെ ഇലക്കറികൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. എല്ലാത്തരം ഇലക്കറികളും നല്ലതാണ്. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം LFT, ബ്ലഡിൻ്റെ ക്രിയാറ്റിൻ്റെ ലെവല്, അങ്ങനെ എല്ലാ ചെക്കപ്പ് ചെയ്തുകൊണ്ടേയിരിക്കണം. പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമുള്ള മരുന്നുകളും കഴിക്കണം. നമ്മൾ മരിച്ചു പോയാൽ ആർക്കും ഒന്നുമില്ല. കുറച്ച് ദിവസത്തേക്ക് മാത്രമേ എല്ലാവർക്കും സങ്കടം ഉണ്ടാവുള്ളൂ. സ്വന്തം മക്കളാണെങ്കിൽ പോലും, നമ്മൾ പ്രസവിച്ച് വളർത്തി പാലൂട്ടി വളർത്തിയ നമ്മുടെ മക്കളാണെങ്കിൽ പോലും ഒരു 10-16 ദിവസം അമ്മ മരിച്ചുപോയി, അമ്മയ്ക്ക് ഇതായിരുന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ആര് മരിച്ചു പോയാലും എല്ലാവർക്കും സങ്കടമുണ്ടാവും. പക്ഷേ ആ സങ്കടം വളരെ ശകല സമയത്തേക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം നിങ്ങളെ ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പം മരിച്ചുപോയ നമുക്ക് തന്നെയാണ് നഷ്ടം. കാരണം ഈ ഭൂമിയിലെ നല്ല നല്ല കാഴ്ചകളും നമ്മുടെ മക്കളോടൊത്തുള്ള ജീവിതം, നമുക്ക് എല്ലായിടത്തും പോകാനുള്ള ആ സ്വാതന്ത്ര്യം, ഭാഗ്യം, അതെല്ലാം നഷ്ടപ്പെടും. അപ്പോൾ നമ്മൾ തന്നെ സൂക്ഷിക്കുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പ്രത്യേകിച്ച് ഫാറ്റി ലിവർ എന്ന് പറയുന്നത്
നമുക്ക് പുറമേ ഒന്നും കാണാൻ പറ്റുന്നില്ലെങ്കിലും അകമേ നടക്കുന്ന 500-ൽ പരം പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു വലിയ ധർമ്മം തന്നെയാണ് നമ്മുടെ ലിവർ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ലിവറിനെ സംരക്ഷിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. നമ്മൾ വറുത്തതും പൊരിച്ചതുമായ ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതുപോലെ തന്നെ ചോറ്, ആവശ്യത്തിൽ കൂടുതൽ ചോറ് കഴിക്കരുത്. പ്രത്യേകിച്ച് വെള്ളച്ചോറ് കഴിക്കണം. അതുപോലെ ചോറ് അത്താഴ സമയത്ത് ചോറ് കഴിക്കാതെ ഇരിക്കുക എന്നതാണ് എനിക്ക് നിർദ്ദേശിക്കാനുള്ളത്. ചപ്പാത്തി ആണെങ്കിൽ 2 കഴിക്കുക. ഓക്കേ, എനിക്ക് കിട്ടിയ അറിവ് ഞാൻ നിങ്ങളിലേക്ക് പകർന്നു തരികയാണ്. നിങ്ങൾ എൻ്റെ ചാനൽ കാണണം. ഓക്കെ കൂട്ടുകാരെ, ബൈ.